ഹലോ ഡിയർ സ്റ്റുഡൻസ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ ടോപ്പിക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് അല്ലേ, എക്സാമിന് ശ്രദ്ധിക്കേണ്ട ഏരിയാസും കീ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഇല്ലേ, റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു പോകാം. സ്ഥിരം സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഏരിയാസൊക്കെ ഇല്ലേ, അബദ്ധം വരുന്ന ഏരിയാസൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ഷെയർ ചെയ്യാം. എല്ലാ ചാപ്റ്ററിലും നിങ്ങൾ എന്തായാലും മിനിമം എക്സാമിന് കോട്ട് ചെയ്യേണ്ട സെക്ഷൻസ് ഇല്ലേ, ഓക്കെ, ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്റ്റുഡൻസിന് വരുന്ന ഡൗട്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ സാറേ സെക്ഷൻ നമ്പർ എഴുതണമെന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കി വെച്ച പ്രകാരം നോക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ വാല്യൂസത്തൊക്കെ സംസാരിച്ച പ്രകാരം നോക്കുകയാണെങ്കിലും സെക്ഷൻ നമ്പേഴ്സ് എഴുതണം, മാക്സിമം എഴുതാൻ ശ്രമിക്കുക. എഴുതിയില്ലെങ്കിൽ അതിനൊരു ഹാഫ് മാർക്ക് ടു 1 മാർക്ക് വെയിറ്റേജ് ഉണ്ടാവില്ലേ, അത് കുറയും. സെക്ഷൻ നമ്പർ അറിയില്ല എന്നിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടന്റ് എഴുതിയാൽ ഓൾമോസ്റ്റ് 80-90% ഓഫ് ദ മാർക്കില്ലേ കിട്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സെക്ഷൻ നമ്പേഴ്സിൻ്റെ പുറകിൽ എന്താ വെച്ചാൽ ഏറ്റവും അവസാനത്തെ ദിവസം റിവിഷൻ എടുക്കുമ്പോഴേ ഒന്ന് ഓടിച്ചോടിച്ചിട്ട് വായിച്ചിട്ടില്ലേ മൈൻഡിൽ നിർത്തുക. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം 15 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ഡീൽസ് വിത്ത് ഇൻട്രൊഡക്ഷൻ. ചാപ്റ്ററിൽ ഞാൻ പറയില്ല ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, രണ്ടാമത്തത് ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിൻ്റെ ഡെഫിനേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ. പിന്നെ അതർ ടോപ്പിക്സാണ് ബാക്കിയുള്ളതിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ITസിൻ്റെ ഏരിയാസിൽ പഠിക്കാനാണ് 49 സബ്സെക്ഷൻ 5 അറിയാലോ. പക്ഷേ അത് ഏതിൻ്റെ ക്രെഡിറ്റ് മാത്രം, CGSTയും SGSTയുടെ ക്രെഡിറ്റ്സ് ഇല്ലേ മാത്രമാണ് അതിൽ കൂടുതൽ ഡീൽ ചെയ്യുന്നത്. IGST ക്രെഡിറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ പ്രൊവിഷൻ ഏതാ 49A and B ഇല്ലേ പ്രകാരം IGST ഷുഡ് ബി ഫസ്റ്റ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് IGST, ബാലൻസ് അഗെയിൻസ്റ്റ് C or S ഇൻ എനി ഓർഡർ. ദെൻ എന്ത് ചെയ്യാം, സിയുടെ ക്രെഡിറ്റ് സിയുമായിട്ടും എസിൻ്റെ ക്രെഡിറ്റ് എസുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ, അതിൻ്റെ റൂളാണ് റൂൾ 88A. ആ ഒരു ഏരിയ പഠിക്കാം. പിന്നെ ഇത് ചാപ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ചാപ്റ്ററിൽ വരുന്നെങ്കിൽ 49A പ്രകാരം ഇൻപുട്ട് ടാക്സിൻ്റെ പ്രൈസ് ഇല്ല, ബാലൻസ് ഇൻ ഇൻപുട്ട് ടാക്സ് ഇസ് എലിജിബിൾ ഓൺലി അഗെയിൻസ്റ്റ് ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ. സോ അതിൻ്റെ അർത്ഥം പെനാൽറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ത്രൂ ക്യാഷ് ലെജർ. ഓർമ്മയുണ്ടോ, പെനാൽറ്റിയും ഇല്ല പൈസയൊക്കെ റിവേഴ്സ് ചാർജ് പൈസയൊക്കെ ഇല്ലേ ക്യാഷ് ത്രൂ പെയ്ഡ് ത്രൂ ഏതാ ക്യാഷ് ലെജർ. ഈ സെക്ഷൻ നമ്പർ ഓർത്തെങ്കിൽ ശ്രദ്ധിക്കുക 49 സബ്സെക്ഷൻ 4. പിന്നെ ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിൻ്റെ ഡെഫിനേഷന് 262 282 ക്ലിയർ. ഈ സെക്ഷൻ നമ്പേഴ്സ് ഓർത്തേക്ക്. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡെഫിനേഷൻ എക്സാം ചോദിക്കുന്നതാണ് 2 സബ് ക്ലോസ് 19 ക്ലിയർ. ഇൻപുട്ട് സർവീസ് ക്യാപിറ്റൽ ഗുഡ്സ്, അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡെഫിനേഷനാണ് പഠിക്കാനുള്ളത്. 2 സബ് ക്ലോസ് 19 ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് 246A GST വന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനിലാണ് പെട്രോളിയം പ്രോഡക്ട്സിനെ കുറിച്ച് പറയുന്നത്. GST ഇല്ല, കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുന്ന വരയ്ക്ക് വരുന്നത്. ദെൻ ആർട്ടിക്കിൾ 269A IGSTയുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ വരുന്നതാണ് 269A. 279A GST കൗൺസിലില്ലേ, കൗൺസിലിനെ കുറിച്ച് വരുന്ന ടോപ്പിക്സാണ്. GST കൗൺസിലാണ് 279Aയും. പിന്നെ ഡെഫിനേഷൻ ഓഫ് GST പറയുന്നതാണ് ഏത് ആർട്ടിക്കിൾ 366. അപ്പോൾ ഈ 5 ആർട്ടിക്കിൾ എക്സാമിന് എന്തായാലും മിനിമം കോട്ട് ചെയ്യേണ്ടതാണ്. 246A 269A 279A 366. പിന്നെ പഴയ 246 ഉണ്ട്, പഴയ എക്സൈസും വാറ്റൊക്കെ വരുന്നത് 246 അണ്ടറിലല്ലേ, അപ്പോൾ അതും ഒന്ന് നോക്കി വയ്ക്കാം. ക്ലിയർ. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് GSTൻ്റെ GST അല്ലേ അതിൻ്റെ എന്താ പറയുക ഫങ്ഷൻസ്, പിന്നെ GSTയുടെ ബെനിഫിറ്റ്സ്, രജിസ്ട്രേഷൻ ലിമിറ്റ്സ് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ബേസിക് ലെവലിൽ നോക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അല്ലേ 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൻ്റെ നീഡില്ലേ, അത് തിയറി ക്വസ്റ്റിനെ ചോദിച്ചിട്ടായിരുന്നു. 2 പോയിൻ്റേ ഉള്ളൂ. ഏതൊക്കെയാണ്, ഒന്ന് പല ടാക്സസിനെയും കൂടെ സബ്സ്യൂം ചെയ്യാനും വേണ്ടി പ്ലസ് കൺകറൻറ്റ് പവേഴ്സ് ഈക്വൽ പവേഴ്സ് ഇല്ലേ കൊടുക്കാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് കൊണ്ടുവന്നാണ് 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ഓക്കെ ഫൈൻ. ഇനി സപ്ലൈ എന്നുള്ള ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് 71A എന്നുള്ള സെക്ഷൻ അണ്ടറിലാണ് 252 202 പിന്നെ 217 284 2 സബ്സെക്ഷൻ 31. ഇത്രയും പ്രൊവിഷനാണ് ഫസ്റ്റത്തെ ക്ലോസിൻ്റെ അണ്ടറിൽ വരുന്നത്, 71Aയുടെ അണ്ടറിൽ വരുന്നത്. പിന്നെ 71AA ഏതാ ക്ലബ് അസോസിയേഷൻ്റെ പ്രൊവിഷൻ. B ഇമ്പോർട്ട് ഓഫ് സർവീസ്. C കൺസിഡറേഷൻ ഇല്ലെങ്കിലും 4 ആക്ടിവിറ്റി ടാക്സിയും പെയർ. P ഏതായിരുന്നു പെർമനൻറ്റ് ട്രാൻസ്ഫർ ഡിസ്പോസൽ. A ഏജൻറ്റ് ഇമ്പോർട്ട് ഓഫ് സർവീസ് റിലേറ്റഡ് പേഴ്സൺ. ഈ 4 കേസിലും കൺസിഡറേഷൻ ഇല്ലെങ്കിലും GST അടയ്ക്കുന്നില്ലേ. യെസ്, അതിൽ തന്നെ റിലേറ്റഡ് പേഴ്സൺസിൽ എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയിക്ക് എംപ്ലോയർ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ 50,000 റുപ്പീസിന് താഴെയാണെങ്കിൽ ഗിഫ്റ്റിന് GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഇത് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് പ്രകാരമുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ അത് ഗിഫ്റ്റായിട്ട് കണക്കാക്കില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദി എമൗണ്ട് ഇറ്റ് ഇസ് നോട്ട് ടാക്സബിൾ. ഇതൊക്കെയാണ് 71Cയിൽ പഠിക്കാനുള്ള പോയിൻറ്റ്സ്. ഓക്കെ ഫൈൻ. 71 ക്യാപിറ്റലേ ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നില്ലേ നല്ല ക്ലാസിഫിക്കേഷൻ. എത്ര ഐറ്റം ഉണ്ട്, 6 ഐറ്റം. ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷനാണ് 71 ക്യാപിറ്റൽ A. 72A എന്നുള്ളത് ഷെഡ്യൂൾ 3യും ക്ലിയർ. 72B എന്നുള്ളത് നോട്ടിഫൈഡ് സപ്ലൈസും. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 6 എന്നുള്ളത് 8 ഉണ്ട് അല്ലേ, ഇത് 8 ഉണ്ട്. ഷെഡ്യൂൾ 3ൽ ഫസ്റ്റ് ആക്ടിവിറ്റി ഏതായിരുന്നു, സർവീസസ് ബൈ
എംപ്ലോയി ടു എംപ്ലോയർ ഇൻ ദ കോഴ്സ് ഓർ ഇൻ റിലേഷൻ ടു എംപ്ലോയ്മെൻറ്റ്. അടുത്ത ഏതായിരുന്നു? കോർട്ട് ട്രൈബ്യൂണൽ, പിന്നെ MLA MP സർവീസസ്, പിന്നെ ഫ്യൂണറൽ ക്രിമേഷൻ മോർച്ചറി പറയല്ലേ. യെസ്. അടുത്ത് വരുന്നതാണ് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എൻറ്റയർ കൺസിഡറേഷൻ ഇസ് റിസീവ്ഡ് ആഫ്റ്റർ ഫസ്റ്റ് ഓക്യുപ്പൻസി ഓർ കംപ്ലീഷൻ വിച്ച് എവർ ഇസ് ലേറ്റർ. 6th വണ്ണാണ് ആക്ഷണബിൾ ക്ലെയിം അതർ ദാൻ സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിം. സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിമിൽ 6 HC ബ്ലോക്ക് ഏതാ? ഹോഴ്സ് റേസിംഗ്, കസിനോ, ബെറ്റിംഗ്, ലോട്ടറി, ഓൺലൈൻ മണി ഗെയിമിങ്ങും ഗാംബ്ലിങ്ങും. ഈ 6 ആക്ടിവിറ്റി ടാക്സ് വരും. അതർ ദാൻ ദിസ് ആക്ഷണബിൾ ക്ലെയിംസിൽ GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഫൈൻ. ഇനി നോട്ടിഫൈഡ് സപ്ലൈസ് ബൈ ഗവൺമെൻറ്റിൽ ഏതൊക്കെ വരിക? 2 നോട്ടിഫൈഡ് സപ്ലൈസ് വരിക. ഒന്ന് ഈ ആൽക്കഹോളിക് ലിക്കർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങളും, രണ്ടാമത്തത് ഇൻട്രസ്റ്റഡ് ഫംഗ്ഷൻ ഓഫ് പഞ്ചായത്ത് അല്ലേ. ഇൻട്രസ്റ്റഡ് ഫംഗ്ഷൻ ഓഫ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അതിനും GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഫൈൻ. ഇനി കോമ്പോസിറ്റ് മിക്സഡ് സപ്ലൈയുടെ ഡെഫിനിഷൻ വരുന്ന സെക്ഷനാണ് 2 സബ് ക്ലോസ് 30 ഡെഫിനിഷൻ ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ, 2 സബ് ക്ലോസ് 74 ഡെഫിനിഷൻ ഓഫ് മിക്സ്ഡ് സപ്ലൈസ്. ടാക്സ് എങ്ങനെ അടയ്ക്കുന്നുള്ള കാര്യമാണ് 8A-ലും 8B-ലും പറയുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈയുടെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് സെക്ഷൻ 230 പ്രകാരം കോമ്പോസിറ്റ് സപ്ലൈ എന്ന് ആദ്യം എഴുതണം. കോമ്പോസിറ്റ് ആയാൽ 8A പ്രകാരം റേറ്റ് ഓഫ് പ്രിൻസിപ്പൽ സപ്ലൈസ് അപ്ലിക്കബിൾ, അങ്ങനെ വേണം എഴുതാൻ. മിക്സഡ് സപ്ലൈയുടെ ചോദ്യം വരുമെങ്കിൽ 274 മിക്സഡ് സപ്ലൈ ഡെഫിനേഷൻ ചെയ്ത് 2 or more സപ്ലൈ ഫോർ എ സിംഗിൾ പ്രൈസ് അല്ലേ, സപ്ലൈ ടുഗദർ ഫോർ എ സിംഗിൾ പ്രൈസ് വിച്ച് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് കോമ്പോസിറ്റ് സപ്ലൈ. ക്ലിയർ. അതേപോലെ കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ ഡെഫിനേഷൻ TONP 2 or more സപ്ലൈ, ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, നാച്ചുറലി ബണ്ടഡ്, വൺ ഓഫ് ദം ഇസ് പ്രിൻസിപ്പൽ സപ്ലൈ. ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ഫൈൻ. ഇനി ടാക്സബിലിറ്റി ഓഫ് മിക്സ്ഡ് സപ്ലൈസ് അല്ലേ പറയുന്നതാണ് 8B ഹയസ്റ്റ് റേറ്റ്. സർക്കുലേഴ്സിൽ ശ്രദ്ധിക്കേണ്ടത് ഗിഫ്റ്റ് ഡൊണേഷൻ ഇസ് മെയ്ഡ് ടു എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ, ഡോണറിൻ്റെ നെയിം ഇസ് ഡിസ്പ്ലേഡ് ആണെങ്കിൽ, നെയിം ഓഫ് ദ ഡോണർ ഇസ് ഡിസ്പ്ലേഡ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ അത് സപ്ലൈ ആവും. പക്ഷെ ജനറലി ഡൊണേഷൻ മേടിച്ചിട്ട് പേര് മാത്രം വെക്കുന്നുള്ളൂ, വെച്ചാൽ ഡൊണേറ്റഡ് ബൈ ദിസ് പേഴ്സൺ എന്ന് മാത്രം വെക്കുന്നുണ്ടെങ്കിൽ അത് സപ്ലൈ അല്ല, നോട്ട് എ സപ്ലൈ, നോട്ട് ട്രീറ്റഡ് ആസ് കൺസിഡറേഷൻ. ദർ ഇസ് നോ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ട്രസ്റ്റ് ടു ഡു എനി ആക്ടിവിറ്റി. അതായത് കീവേഡ്. അങ്ങനെ ആയതുകൊണ്ട് ഒരു ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് കൺസിഡറേഷൻ അല്ല, കൺസിഡറേഷൻ അല്ലെങ്കിൽ സപ്ലൈ അല്ല. ആർട്ടിസ്റ്റിക് വർക്ക് സെൻഡ് ടു ഗാലറി ആണെങ്കിൽ എന്തെങ്കിലും അയച്ചു കൊടുക്കുന്ന ആക്ടിവിറ്റി സപ്ലൈ അല്ല, അപ്പോൾ ഡെലിവറി ചെല്ലാൻ മതി. വിൽക്കുമ്പോൾ ഇൻവോയ്സ് വേണം, അപ്പോഴേ കൺസിഡറേഷൻ പ്രകാരം 7(1) ആവുള്ളൂ. അയച്ചു കൊടുക്കുന്ന ആക്ടിവിറ്റി സപ്ലൈ അല്ല, അപ്പോൾ കൺസിഡറേഷൻ ഇല്ല, ഡെലിവറി ചെല്ലാൻ മതി. ഇൻട്രസ്റ്റഡ് മൂവ്മെൻറ്റ് ഓഫ് കൺവെയൻസ്, ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഉപയോഗിക്കില്ലേ, വണ്ടി ഉപയോഗിക്കില്ലേ, അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല, സർവീസോ അല്ല, GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഫൈൻ. ഇനി അതിനെ പറയുന്നത് മറ്റേ ഉപയോഗിക്കാൻ സ്പെയർ പാർട്സ് കൊടുത്താൽ നമ്മൾ റിപ്പയറിന് പോയിട്ട് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതിന് GST അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റിപ്പയർ ചാർജസിന് മുകളിൽ GST അടയ്ക്കേണ്ടി വരും. പ്രിൻറ്റിംഗ് ഓഫ് ബുക്സ് ഒക്കെ ആണെങ്കിൽ, കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ബുക്കൊക്കെ ആണെങ്കിൽ, നോർമൽ ബുക്കൊക്കെ ആണെങ്കിൽ അത് സർവീസും, പിന്നെ ഇതാ ലോഗോ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ അത് ഗുഡ്സും. ക്യാൻസലേഷൻ ചാർജസ്, റെയിൽവേയുടെ അങ്ങനത്തെ ചാർജസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കേസസ് ഒക്കെ ക്യാൻസലേഷന് GST അടയ്ക്കേണ്ട ആവശ്യം ഉണ്ട്. എന്താണോ എൻ്റെ നോർമൽ സപ്ലൈ ആ റേറ്റ് വരും ചെയ്യും. പക്ഷെ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് ലോൻ്റെ വയലേഷന് കൊടുക്കുന്ന പൈസയാണെങ്കിൽ, ഫൈൻസ് പെനാൽറ്റി ഫോർ വയലേഷൻ ഓഫ് ലോ ആണെങ്കിൽ അത് സപ്ലൈ അല്ല, കൺസിഡറേഷൻ അല്ല, GST വരില്ല. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഫോർഫീച്ചർ ഓഫ് സാലറി, ഫോർ എക്സാമ്പിൾ സാലറി എംപ്ലോയി പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്ത് പോകണു, നിർത്തി പോകണു, അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഫോർ എക്സാമ്പിൾ നമ്മൾ പൈസ പിരിക്കുകയാണെങ്കിൽ, ബോണ്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ അതും സപ്ലൈ അല്ല. ക്ലിയർ, ഫൈൻ. അപ്പോൾ ആ ഒരു സർക്കുലർ ഒന്ന് വായിച്ചു വയ്ക്കാം. ഷെയർസ് ഹെൽഡില്ലേ ഇൻ പാരൻറ്റ് കമ്പനി, ഈ സർക്കുലർ നോക്കി കഴിഞ്ഞാൽ സിമ്പിളാണെന്ന് വെച്ചാൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി ഷെയർ ഹോൾഡ് ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡിംഗ് കൊണ്ട് മാത്രം എന്താവില്ല, സപ്ലൈ ആവില്ല. ഷെയർ ഹോൾഡ് ചെയ്ത് ഇപ്പോൾ 80% ഷെയർ ഹോൾഡ് ചെയ്ത് പറഞ്ഞാൽ അതൊരു സപ്ലൈ ആക്ടിവിറ്റി അല്ല, കാരണം സെക്യൂരിറ്റീസ് ആർ ഗുഡ്സും അല്ല, സർവീസും അല്ല. ഷെയർ ഹോൾഡിന് ശേഷം പിന്നെ ഒരു ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ സപ്ലൈ ഉള്ളൂ. സോ മിയർ ഷെയർ ഹോൾഡിംഗ് ഇസ് നോട്ട് എ സപ്ലൈ ബിറ്റ്വീൻ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനീസ്. ഷെയർ ഹോൾഡിംഗ് കൊണ്ട് കാര്യമില്ല, എന്തൊരു ആക്ടിവിറ്റി ഇൻവോൾവ് ആയിരിക്കണം. സിനിമ ഹാളിൻ്റെ സർക്കുലർ, അത് ശ്രദ്ധിക്കാനുള്ളത്, സിനിമ ഹാളിൽ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ, സിനിമ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഫുഡ് ആൻഡ് ബെവറേജ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ രണ്ടും വേറെ വേറെയാണ് പ്രൈസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സ് സെപ്പറേറ്റ്ലി. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണെങ്കിൽ ഒറ്റ പ്രൈസ്, ഫോർ എക്സാമ്പിൾ 500 rupees ഫോർ ഫിലിം ടിക്കറ്റ് ഇൻക്ലൂഡിങ് ഫുഡ്, അങ്ങനെയാണെങ്കിൽ അത് കോമ്പോസിറ്റ് സപ്ലൈ ആവും. മെയിൻ സപ്ലൈ എവിടെ ഏതാ, മെയിൻ ആക്ടിവിറ്റി എവിടെ ഏതാ, ഫിലിം തിയേറ്റർ. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും കോമ്പോസിറ്റ് സപ്ലൈയിൽ അതിൻ്റെ റേറ്റ് ആണല്ലേ, ഫിലിം തിയേറ്ററിൻ്റെ റേറ്റാണ് എടുക്കേണ്ടത്. ഓക്കെ, ഫൈൻ. ഇനി ചാർജ് ഓഫ് GST എന്ന ചാപ്റ്റർ വരികയാണെങ്കിൽ ഇതിലാകെ പഠിക്കാനുള്ളത് 3 സെക്ഷനിൽ, മെയിൻസ് പഠിക്കാനുള്ള സെക്ഷൻ 9(3)ഉം 9(5)ഉം. ക്ലിയർ. പിന്നെ സെക്ഷൻ 10 കോമ്പോസിഷൻ. 9(3) ആണ് റിവേഴ്സ് ചാർജ്.
ഓക്കെ, ഇപ്പോൾ എഫക്റ്റീവ് ഒരു 20 സർവീസിൻ്റെ അടുത്ത് വരും എല്ലാം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ECO സപ്ലൈസ് ഏതാ? THAR, ട്രാൻസ്പോർട്ടേഷൻ, ഹൗസ് കീപ്പിംഗ്, അക്കോമഡേഷൻ, റെസ്റ്റോറൻറ്റ് സർവീസസ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി കോമ്പോസിഷൻ സ്കീമിൽ സെക്ഷൻ 10 അതിൽ ടേൺ ഓവർ കണക്കാക്കുന്നതിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ കണക്കാക്കുന്ന സമയത്ത് 1.5 കോടിക്കില്ലേ ടേൺ ഓവർ കണക്കാക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഫസ്റ്റ് 40 lakhs ടേൺ ഓവറില്ലേ, ലയബിൾ ആയ ഡേറ്റ് വരയ്ക്കില്ലേ, ആ ഡേറ്റ് വരയ്ക്കിൽ ടേൺ ഓവർ എടുക്കണം. അതിനുശേഷം അതുകൊണ്ട് ഫസ്റ്റ് 40 lakhs കൂടി ടേൺ ഓവറിൽ ആഡ് ചെയ്യണം. പക്ഷേ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് ടേൺ ഓവർ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിക്കും ജനറലി അഗ്രിഗേറ്റ് ടേൺ ഓവർ വിൽ ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്. പക്ഷേ കോമ്പോസിഷൻ പർപ്പസിന് അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കുമ്പോൾ ഇത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പോൾ താഴത്തത് പറയുന്നുണ്ട്. യെസ്, ഇനി GST കണക്കാക്കുമ്പോൾ ടാക്സ് കണക്കാക്കുമ്പോൾ ഫസ്റ്റ് 40 lakhs ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 42 ലക്ഷം ടേൺ ഓവറെങ്കിൽ 40 ലക്ഷത്തിന് GST അടയ്ക്കണ്ടല്ലോ. എന്നാൽ ആ 2 ലക്ഷത്തിന് മാത്രം കോമ്പോസിഷൻ സ്കീം പ്രകാരമുള്ള റേറ്റ് അടച്ചാൽ മതി. ഓക്കെ, ഫൈൻ. പിന്നെ 6 categories ഓഫ് പേഴ്സൺ ഇൻഎലിജിബിൾ ഫോർ കോമ്പോസിഷൻ. CN -1 കാറ്റഗറിയിൽ CN എന്ന് പറയുമ്പോൾ ഏതൊക്കെ? കാഷ്വൽ ടാക്സബിൾ പേഴ്സണും NRTP. M മാനുഫാക്ചർ ഓഫ് നോട്ടിഫൈഡ് ഗുഡ്സ് അല്ലേ? യെസ്. I ഇൻട്രസ്റ്റഡ് സപ്ലൈ. ഓക്കെ. N നോൺ ടാക്സബിൾ സപ്ലൈസ് അല്ലേ വരുന്ന കേസസ്. ECOയിലൂടെ സപ്ലൈ ഇല്ലേ വരുന്നത്. പിന്നെ S സപ്ലൈ ഓഫ് സർവീസ്. ഇവർക്കൊന്നും ഈ കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. 10 subsection 2. ക്ലിയർ? സോ അതൊന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഡൺ. ഇനി വാട്ട് ഹാപ്പൻസ് ഇഫ് ടേൺ ഓവറിൽ ഒരു വർഷം ഫോർ എക്സാമ്പിൾ 1.5 കോടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെക്ഷൻ 10 നിന്ന് എവിടേക്ക് മാറി വരും? 9ലേക്ക് മാറി വരും. പക്ഷേ അവിടുത്തെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ പഴയ ITC ഇല്ലേ, സ്റ്റോക്കും ക്യാപിറ്റൽ ഗുഡ്സ് ITC എടുക്കാൻ പറ്റും. സ്റ്റോക്ക് ഫുള്ള് കിട്ടും, ക്യാപിറ്റൽ ഗുഡ്സ് 5% പെർ ക്വാർട്ടർ കുറയും. പക്ഷേ ഇതൊക്കെ എടുക്കുന്നത് ഇറ്റ് ഷുഡ് ബി വിത്തിൻ 1 year. 1 yearനകത്തുള്ള സ്റ്റോക്കിൻ്റെ ഒക്കെ ITC എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 10.3 പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ് 18.1C എന്നുള്ള ITC ചാപ്റ്ററത്തെ ടോപ്പിക്. അതിൻ്റെ കൂടെ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ ഒരുമിച്ച് എഴുതിക്കുന്നത്. കോമ്പോസിഷൻ സ്കീമിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് 10 subsection 4. ഏതൊക്കെ? ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല, പ്ലസ് ടാക്സ് കനോട്ട് ബി കളക്റ്റഡ് ഫ്രം കസ്റ്റമർ. ഇനി കോമ്പോസിഷൻ സ്കീം ഫോർ സപ്ലയർ ഓഫ് സർവീസ് ആണെങ്കിൽ, സർവീസ് പ്രൊവൈഡർ, ബ്യൂട്ടി പാർലറൊക്കെ ആണെങ്കിൽ അവർക്കുള്ള സെക്ഷൻ 10(2)A. 10(1) എന്താ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റേറ്റിൽ വിൽ ബി 6%, 3+3. രണ്ടാമത്തത് ലിമിറ്റ് ആപ്ലിക്കബിൾ വിൽ ബി 50 lakhs. മൂന്നാമത്തത് ആപ്ലിക്കബിലിറ്റി ഗുഡ്സ് പ്ലസ് സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സ്കീം കിട്ടുള്ളൂ. ക്ലിയർ? സോ അതൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, 50 ലക്ഷമാണ് ലിമിറ്റ്. ക്ലിയർ? ഓക്കെ, എക്സംഷൻസിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 1-2 മേജർ സെക്ടേഴ്സും ഉണ്ട്, മേജർ ഡെഫിനിഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സർവീസസ് ബൈ ഗവൺമെൻറ്റിൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, കുറവാണ്. സർവീസ് ബൈ ഗവൺമെൻറ് ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ ടേൺ ഓവർ കുറവാണെങ്കിൽ എക്സംഷൻ കിട്ടും. പിന്നെ 5,000 rupees ലിമിറ്റ് ഇല്ലേ, അതൊക്കെ ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പാസഞ്ചറിൽ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനിൽ സ്റ്റേജ് കാരേജ്, കോൺട്രാക്ട് കാരേജ് ഇല്ലേ, പുറത്ത് വയ്ക്കാം. ഹെൽത്ത് കെയർ സർവീസിൽ ഹെൽത്ത് കെയർ സർവീസ് എന്നുള്ള വാക്ക് ഡിഫൈൻഡ് ആണ്. HCS ഹെൽത്ത് കെയർ സർവീസിൽ ഇൻക്ലൂഡ്സ്, എക്സ്ക്ലൂഡ്സ്, അങ്ങനെ വേണം ആൻസർ ചെയ്യാൻ. ലീഗൽ സർവീസിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ അഡ്വക്കേറ്റ് സർവീസസ് ടു ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ അതർ ദാൻ ടേൺ ഓവർ ലെസ് ആണെങ്കിൽ എക്സംഷൻ കിട്ടും, അതർ ദാൻ ബിസിനസ് കേസ് ആണെങ്കിൽ എക്സംഷൻ കിട്ടും, ആ കാര്യങ്ങളൊക്കെ. എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡെഫിനിഷൻ നോക്കി വെക്കണം. ഓക്കെ, ഫൈൻ. അടുത്തത് സ്പോർട്സിൻ്റെ കേസ് ആണെങ്കിൽ റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡിയില്ലേ, റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡിയുടെ ഡെഫിനേഷൻ ഉണ്ട്, അത് പഠിക്കണം. ക്ലിയർ? അടുത്തത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ ചാരിറ്റബിൾ ആക്ടിവിറ്റി എന്നുകൊണ്ട് ഡെഫിനേഷൻ ഉണ്ട്. 4 ആക്ടിവിറ്റി. ചാരിറ്റബിൾ ആക്ടിവിറ്റിയുടെ ഡെഫിനേഷൻ നോക്കും. അഡ്മിഷൻ ഫീ പെർഫോമിംഗ് ആർട്ടിസ്റ്റിലൊക്കെ 500 രൂപ ലിമിറ്റും, പെർഫോമിംഗ് ആർട്ടിസ്റ്റിൽ 1.5 ലക്ഷത്തിൻ്റെ ലിമിറ്റ് ഉണ്ട്. ഫോക്ക് ക്ലാസിക്കലിന് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ, പ്ലസ് ബ്രാൻഡ് അംബാസഡർ ആവാൻ പാടില്ല. അഗ്രികൾച്ചറിൽ അതിൻ്റെ ഡെഫിനേഷൻ ആയിട്ടില്ല, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉള്ള വാക്കില്ലേ, അത് ഡിഫൈൻഡ് ആണ്. ആ ഡെഫിനേഷൻ നോക്കിയേക്കുക. ഇൻക്ലൂഡ്സ്, എക്സ്ക്ലൂഡ്സ് ഉള്ള പോയിന്റില്ലേ. റിയറിംഗ് ഓഫ് ഹോഴ്സ് എക്സ്ക്ലൂഡഡ് ആണ്. ബാങ്കിങ് സർവീസസിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ട് GST അടയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കി ബാങ്കിൻ്റെ എല്ലാ ഇൻകത്തിനും ഇത് വരും, GST വരും. ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് ഒക്കെ ഇല്ലേ, GST വരും. പിന്നെ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് ഡീലേഴ്സ് ഇല്ലേ, അതിനും GST അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ എക്സംഷൻ കഴിഞ്ഞാൽ പിന്നെ ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് 12ഉം 13ൽ 12 ഗുഡ്സ് 13 സർവീസ്. 12ൽ നോക്കേണ്ടത് ഗുഡ്സ് ആണെങ്കിൽ
ജി എസ് ടി അടയ്ക്കണം. പക്ഷേ പേയ്മെൻറ്റ് അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ജി എസ് ടി അടയ്ക്കേണ്ട. ഇഫ് ഇറ്റ് ഇസ് ഗുഡ്സ്, സർവീസ് ആണെങ്കിൽ മാത്രം അടച്ചാൽ മതി. പക്ഷേ ഓൺലൈൻ മണി ഗെയിമിങ്ങിന് എന്തായാലും ജി എസ് ടി അടയ്ക്കണം. ബാക്കിയുള്ള കേസിന് അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ജി എസ് ടി അടയ്ക്കേണ്ട എന്നുള്ളത് മെയിൻ ക്വസ്റ്റനിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരും. ക്ലിയർ. പിന്നെ വൗച്ചറിൻ്റെ കാര്യം ഇപ്പോൾ എടുത്തു കളഞ്ഞു. ക്ലിയർ. പിന്നെ 12 സബ്സെക്ഷൻ 6 ലേറ്റ് പേയ്മെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ, ലേറ്റ് ഫീസൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ലേ? എപ്പോഴാണ്? പൈസ കിട്ടുമ്പോൾ അടച്ചാൽ മതി എന്നുള്ളല്ലേ? പൈസ കിട്ടുമ്പോൾ അടച്ചാൽ മതി. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. ടൈം ഓഫ് സപ്ലൈ സർവീസസിൽ 13 സബ്സെക്ഷൻ 2 നോക്കേണ്ട ഫാക്ടർ വെച്ചാൽ ഇൻവോയ്സ് 30 ഡേയ്സിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് ഓർ പേയ്മെൻറ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ. ഇൻവോയ്സ് 30 ദിവസം വൈകി കഴിഞ്ഞാൽ കംപ്ലീഷൻ ഓർ പേയ്മെൻറ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ. അത് നോക്കേണ്ട ഫാക്ടർ. റിവേഴ്സ് ചാർജ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ട ഫാക്ടർ പേയ്മെൻ്റ് ഇല്ലേ, വിത്തിൻ 60 ഡേയ്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നില്ലേ, അത് നോക്കേണ്ട ഫാക്ടറാണ്. ക്ലിയർ. 60 ഡേയ്സിന് കൊടുത്തോ ഇല്ലയോ എന്നില്ലേ. യെസ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ അമെൻമെൻറ്റും കൂടെ വന്നിട്ടുണ്ട്. ഏതായിരുന്നു? RCM ഇൻവോയ്സ് ഇല്ലേ, അതും കൂടെ റെഫർ ചെയ്യണം. RCM ഇൻവോയ്സ് വെച്ച് കമ്പയർ ചെയ്യണം. ഇപ്പോൾ റെസിപ്പിയൻ്റ് അൺരജിസ്റ്റേർഡ് ആണെങ്കിലേ, സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ഈ കാര്യം നോക്കണം. പൈസ 60 ദിവസത്തിനകത്ത് കൊടുത്തോ ഓർ RCM ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റിലെ ഈ ഡേറ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ നോക്കട്ടെ. വൗച്ചർ പിന്നെ ഇപ്പോൾ പഠിക്കാനില്ല, എടുത്തു കളഞ്ഞു. ഓക്കെ ഫൈൻ. എൻഹാൻസ്മെൻറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു. വാല്യൂ ഓഫ് സപ്ലൈയിൽ പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 15.123. 15.1 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ അക്സെപ്റ്റ് ചെയ്യും. ബയർ ആൻഡ് സെല്ലറും റിലേറ്റഡ് ആവാൻ പാടില്ല. പ്രൈസ് ഷുഡ് ബി ദ സോൾ കൺസിഡറേഷൻ. സോ അതിൻ്റെ അർത്ഥം പ്രൈസ് ഷുഡ് ബി ദ സോൾ കൺസിഡറേഷൻ പറഞ്ഞാൽ വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം പാടില്ല. അതായത് എക്സ്ചേഞ്ച്, നോൺ മോണിറ്ററി കൺസിഡറേഷൻ അതൊന്നും മേടിക്കാൻ പാടില്ല. ഓക്കെ. യെസ്. റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ എന്താവും? മാർക്കറ്റ് വാല്യൂക്ക് പോകും. റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂക്ക്. പക്ഷേ നമ്മൾ സാധാരണ എക്സാം ക്വസ്റ്റനിൽ അൺറിലേറ്റഡ് പേഴ്സൺ തന്നിക്കുന്നെങ്കിൽ മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യേണ്ട, മാർക്കറ്റ് വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. അൺറിലേറ്റഡ് ആണെങ്കിൽ, റിലേറ്റഡ് ആണെങ്കിൽ മാത്രം മാർക്കറ്റ് വാല്യൂ എടുത്താൽ മതി. മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ചുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ഇൻ്ററിൽ പഠിക്കാനില്ല. ഓക്കെ ഫൈൻ. ഇനി 15.2 ഇൻക്ലൂഷൻ എ മുതൽ ഇ വരെക്കുള്ള ഇൻക്ലൂഷനില്ലേ, അതും സബ്സെക്ഷൻ വെച്ചിട്ട് നോക്കുക. എ പറയുമ്പോൾ എനി ടാക്സസ് ഡ്യൂട്ടി സെസ് അതർ ദാൻ GST കോമ്പൻസേഷൻ സെസ് ആൻഡ് സെസ് TCS. ബി പറയുമ്പോൾ ഓൺ ബിഹാഫ് ഓഫ് സപ്ലയറിലെ ആര് പൈസ കൊടുക്കുന്നു? റെസിപ്പിയൻ്റ് പൈസ കൊടുക്കുന്നു. ഇൻസിഡൻ്റ് എക്സ്പെൻസ് ആണ് സി. ഡി ഫോർ ഡിലേ. പിന്നെ സബ്സിഡിയറി കേസാണ് ഈ കേസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഇതൊക്കെ ടാക്സ് ആക്കണം. 15.3 സെക്ഷൻ നമ്പർ ശ്രദ്ധിക്കുക. 15.3A ഉണ്ട്, 15.3B ഉണ്ട്. ഡിസ്കൗണ്ട് ജനറലി 15.3A പ്രകാരമില്ലേ കുറയ്ക്കാൻ പറ്റും. ഓൾറെഡി എഗ്രിമെൻ്റ് ഉണ്ട്, പിന്നെ പിന്നീട് കൊടുത്ത ഡിസ്കൗണ്ട് ആണെങ്കിൽ 15.3B പ്രകാരം കുറയ്ക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇൻഷുറൻസിൻ്റെ കുറച്ച് സർക്കുലേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ITC ചാപ്റ്ററിൽ എക്സാമിന് എന്തായാലും കോട്ട് ചെയ്യേണ്ട സെക്ഷൻ 16 2 കണ്ടീഷൻസ് ഫോർ അവൈലിംഗ് ITC. നമ്മൾ പറയാറില്ല PR, പൊസഷൻ ഓഫ് ടാക്സ് ഇൻവോയ്സ്, റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, റിട്ടേൺ ഇസ് ഫയൽ ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ. ഈ 4 ക്ലോസും കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ്. 4 കണ്ടീഷൻ പ്ലസ് 180 ഡേയ്സിൽ പൈസ കൊടുക്കണം. ഈ 180 ഡേയ്സിൽ റെസിപ്പിയൻ്റ് പൈസ കൊടുത്താൽ മാത്രമേ റെസിപ്പിയൻ്റ് പൈസ കൊടുത്താൽ മാത്രമേ റെസിപ്പിയൻ്റ് ITC കിട്ടുള്ളൂ. പക്ഷേ 3 കേസില്ലേ ശരിക്കും പറഞ്ഞാൽ പൈസ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഫസ്റ്റ് വണ്ണാണ് റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജിൽ 180 ഡേയ്സിൽ പൈസ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഏരിയ പഠിക്കാം. രണ്ടാമത്തെ ഡീംഡ് സപ്ലൈ, ഹെഡ് ഓഫീസ് ബ്രാഞ്ചല്ലേ, അവിടെയും 180 ഡേയ്സിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തത് സപ്ലയർ കൊടുക്കാനുള്ള പൈസ റെസിപ്പിയൻ്റ് പേ ഇല്ലേ, നമ്മുടെ 15.2B, അങ്ങനെയാണെങ്കിലും 180 ഡേയ്സിൽ പൈസ കൊടുക്കാതെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ 30 റൂൾസ് പഠിക്കുന്നുണ്ട്. പിന്നെ 36 സബ് റൂൾ 4 അത് എക്സാമിന് കോട്ട് ചെയ്യണം. സപ്ലയർ GSTR 1 ഫയൽ ചെയ്തിട്ടില്ല വെച്ചോളൂ, ഓർ 1 ഫയൽ ചെയ്ത് വൈകി കഴിഞ്ഞാൽ നമ്മുടെ 2Aയിലും 2Bയിലും വരില്ല. 2A 2Bയിൽ വന്നില്ലെങ്കിൽ ITC കിട്ടില്ല. ഈ റൂള് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്, അപ്പോൾ ശ്രദ്ധിക്കുക. ഡിപ്രീസിയേഷൻ ITC ഒരു ബെനിഫിറ്റേ കിട്ടുള്ളൂ അറിയാം. പിന്നെ ITCയുടെ ടൈം ലിമിറ്റ് 30th നവംബറിന് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഓർ ആൻഡ് റിട്ടേൺ വിച്ച് എവർ ഇസ് ഏർലിയർ. 17 ബാക്കി സബ്സെക്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഇല്ലേ ആണ് ഈ ഏരിയാസ് വരുന്നത്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയി പഠിക്കാം. ക്ലിയർ. അതിൽ ലാസ്റ്റ് അമെൻമെൻറ്റ് വന്ന ഏരിയയാണ് CSR ആക്ടിവിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി പൈസ ചിലവാക്കി കഴിഞ്ഞാൽ അത് അമെൻമെൻ്റ് ആണ്. അതും കൂടെ എന്ത് ചെയ്യണം? ITC കിട്ടാറില്ല സാധാരണ. 17.5 FA. 18 1 പ്രകാരം പഴയ ക്രെഡിറ്റ്സ് ഒക്കെ നമുക്ക് എടുക്കാമെന്നുള്ള സിറ്റുവേഷനാണ്. ABCD എന്നുള്ള 4 സിനാരിയോ. ഏതൊക്കെയാണ്? ഫണ്ട് ലയബിളായിട്ടുള്ള വ്യക്തിയില്ലേ, അത് ഇത്രയും കാലം ലയബിൾ അല്ലായിരുന്നു, ഇപ്പോൾ ലയബിളായി, ടേൺ ഓവർ ക്രോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എബോവ് 40 lakh ആയി കഴിഞ്ഞാൽ A പ്രകാരം നിങ്ങൾക്ക് ITC എടുക്കാൻ പറ്റും. സ്റ്റോക്ക് ഫുള്ള് കിട്ടും, ക്യാപിറ്റൽ ഗുഡ്സ് കിട്ടില്ല. ആൻഡ് സ്റ്റോക്ക് ഷുഡ് ബി പർച്ചേസ് വിത്തിൻ 1 year. വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്ത ശേഷം
നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നാണോ വോളണ്ടറി രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയത് അതിൻ്റെ തലേദിവസം ITC എടുക്കാൻ പറ്റും. ക്ലിയർ? സോ ദാറ്റ് യു ക്യാൻ ക്ലെയിം അണ്ടർ 18(1)B. പക്ഷേ സ്റ്റോക്കേ കിട്ടുള്ളൂ, ക്യാപിറ്റൽ ഗുഡ്സ് കിട്ടില്ല. 18(1)C ഞാൻ ഓൾറെഡി പറഞ്ഞു. 18(1)D പ്രകാരം എക്സംപ്റ്റഡ് ഗുഡ്സ് ടാക്സബിൾ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ITC ഓൺ സ്റ്റോക്കും കിട്ടും, ക്യാപിറ്റൽ ഗുഡ്സും കിട്ടും. പക്ഷേ 5% പെർ ക്വാർട്ടർ കുറയും. ഇതിനൊക്കെ ടൈം ലിമിറ്റ് ഉണ്ട് 1 year. 18 ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് വരികയാണെങ്കിൽ ഒരാൾ മറ്റേ ബിസിനസ് ട്രാൻസ്ഫർ ആണെങ്കിൽ ITC ട്രാൻസ്ഫർ ആവും. ഡീമർജർ പറഞ്ഞിട്ടൊരു പോർഷൻ മാത്രം വിൽക്കുന്നില്ലെങ്കിൽ ആ പോർഷൻ്റെ ITC മാത്രമല്ലേ, മൊത്തം അസറ്റിൻ്റെ 30% വിറ്റ് വെച്ചോളൂ. മൊത്തം അസറ്റിൻ്റെ 30% ഓഫ് ബിസിനസ്സുകൾ വിറ്റാൽ ITCയും 30% വിൽപ്പും. ക്ലിയർ? 18(4) റിവേഴ്സൽ, അതായത് നമ്മൾ 18(1)C-യുടെയും 18(1)D-യുടെയും ഓപ്പോസിറ്റാണ് 18(4). ടാക്സബിൾ എക്സംപ്റ്റഡ് ആവുന്നു, ഓർ സെക്ഷൻ 9 സെക്ഷൻ 10 മാറുന്നു. അപ്പോൾ എന്ത് ചെയ്യും? എടുത്ത ക്രെഡിറ്റ് ഒക്കെ തിരിച്ചടക്കണം, റിവേഴ്സ് ചെയ്യണം. അതാണ് 18(4). സെയിൽ ഓഫ് മെഷീനറി ആഫ്റ്റർ യൂസ്. ഓക്കെ, രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ടത് അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ സെക്ഷൻ നമ്പർ 2 സബ് ക്ലോസ് 6 ഇല്ലേ, അതിൻ്റെ ഡെഫിനേഷൻ നമ്പർ ഓർത്ത് വയ്ക്കുക, സെക്ഷൻ നമ്പർ ഓർത്ത് വയ്ക്കുക. 22 സബ്സെക്ഷൻ 1 ആണ് ബേസിക് സെക്ഷൻ. 3ഉം 4ഉം കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ മതി. 3ഉം 4ഉം. ഓക്കെ, ഏജൻ്റെ ടേൺ ഓവർ കൗണ്ട് ചെയ്യുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ ടേൺ ഓവറില്ലേ അതും കൂടെ എന്ത് ചെയ്യണം, പ്രിൻസിപ്പളിന് വേണ്ടി വിറ്റ് കൊടുത്തും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 23 പ്രകാരം പേഴ്സൺ ലയബിൾ അല്ലാത്ത രജിസ്ട്രേഷൻ ഇല്ലാത്ത ആൾക്കാരില്ലേ, അത് ഈ നോട്ടിഫൈഡ് പേഴ്സൺസ് ഈ ലിസ്റ്റ് നോക്കുക. അടുത്ത എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്നതാണ് കമ്പൽസറി രജിസ്ട്രേഷൻ. അതെന്തായാലും തറവായിട്ട് പഠിച്ചു പോകുക. കമ്പൽസറി രജിസ്ട്രേഷനില്ലേ സ്ഥിരം വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊന്ന് നോക്കിപ്പോൾ എൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ തന്ന നോട്ട്സ് ഇല്ലേ നോക്കിപ്പോയാൽ മതി. 25 പ്രൊസീജിയേഴ്സിൽ ഫോം നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, 30 ഡേയ്സിൽ ചെയ്യണം അങ്ങനത്തെ ഫോം നമ്പേഴ്സ്. പിന്നെ ആധാർ ഓതൻറ്റിക്കേറ്റ് കാണിക്കണം. ആധാർ വേണ്ടാത്ത ആൾക്കാരില്ലേ അതുകൊണ്ട് 6 കാറ്റഗറി. ആ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിപ്പോൾ. പിന്നെ CTP NRTPയുടെ സെക്ഷൻ നമ്പർ 27 എന്നുള്ള സെക്ഷൻ. CTP NRTPയുടെ 27 എന്നുള്ള സെക്ഷനിൽ ടൈം ലിമിറ്റ് ഉണ്ട്, വാലിഡിറ്റി 90 days ഓർ നമ്പർ ഓഫ് ഡേയ്സ് സ്പെസിഫൈഡ് ഇൻ ആപ്ലിക്കേഷൻ വിച്ച് എവർ ഇസ് ഏർലിയർലി. ക്യാൻസലേഷനിൽ സ്ഥിരം വരുന്നതാണ് 29 സബ്സെക്ഷൻ 2ൻ്റെ ക്യാൻസലേഷൻ്റെ റീസൺസ്. അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. പിന്നെ ഇത്തവണത്തെ കഴിഞ്ഞ തവണ മുമ്പ് തവണ അമെൻമെൻറ്റ് വന്നതാണ് ഏതാ, റിവോക്കേഷൻ്റെ ടൈം ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 90 days ആക്കി. പ്ലസ് അഡീഷണൽ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ജോയിൻറ്റ് കമ്മീഷണർ പെർമിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ സ്റ്റിൽ ഗെറ്റ് 180 days. സോ 90 + 180 daysനകത്ത് നിങ്ങൾക്ക് റിവോക്കേഷൻ അപ്ലിക്കേഷൻ കൊടുക്കാം, അത് വാലിഡാണ്. 90 വരെയ്ക്ക് കുഴപ്പമില്ല, 180 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ അഡീഷണൽ കൊടുക്കണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് അപ്രൂവൽ. ടാക്സ് ഇൻവോയ്സ് സിമ്പിളായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് 31, 32 എന്നുള്ള സെക്ഷൻ നമ്പേഴ്സ്. ക്ലിയർ? ഈ ചാർട്ട് പ്രകാരമില്ലേ ഓരോ കേസ് ബൈ കേസ് നമ്മൾ നോക്കി പോവാം. 31(3) ABCD ഇല്ലേ ഈ ക്ലോസസും സബ് ക്ലോസസും നോക്കിയപ്പോൾ. ഓക്കെ, ഇനി അടുത്തത് ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് സെക്ഷനാണ് 34. ഓക്കെ, അതിൽ ക്രെഡിറ്റ് നോട്ട് ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് നോട്ട് ഏതൊക്കെ സിറ്റുവേഷനിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ലേ, 4 കേസസ് ഉണ്ട്. അത് സ്ഥിരം തിയറി ക്വസ്റ്റ്യൻ വരുന്നതാണ്. ക്ലിയർ? സോ അത് നോക്കുക. E-way ബില്ല് പഠിക്കാനുള്ളത് E-way ബിൽ ലിമിറ്റ് ഏതൊക്കെ സിനാരിയോയിൽ E-way ബിൽ വേണം വേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. ഓക്കെ, അപ്പോൾ E-way ബില്ല് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കൺസൈൻമെൻറ്റ് വാല്യൂ 50,000 വിച്ച് ഇസ് ഇൻക്ലൂഡിങ് GST. പിന്നെ പേഴ്സൺ കോസസ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ലേ അത് നോക്കേണ്ടത്. പിന്നെ 1 വെഹിക്കിൾ ടു അനദർ വെഹിക്കിൾ ആണെങ്കിൽ പാർട്ട് ബി അപ്ഡേറ്റ് ചെയ്യണം. ആ കാര്യങ്ങൾ. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ആകെ പറയുന്നത് സെക്ഷൻ 35, 36 പറയുന്നുള്ളൂ. 36 ടൈം ലിമിറ്റില്ലേ 72 months ഫ്രം ഡ്യൂ ഡേറ്റ് ഇല്ലേ അത് ഓർത്തേക്കാം. റിട്ടേൺ 37 GSTR 1, 38 GSTR 2A 2B. TDSൻ്റെ സെക്ഷൻസ് ഒക്കെ അല്ലേ വരും. അപ്പോൾ ഇതിൽ ലേറ്റ് ഫീ ഫോർ ഡിഫോൾട്ടർ എന്നുള്ള സാധനം ഇപ്പോൾ ബുക്കിലില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. 47 പഠിക്കേണ്ട ആവശ്യം ഇല്ല, ലേറ്റ് ഫീ പഠിക്കേണ്ട ആവശ്യമില്ല. പേയ്മെൻറ്റിൽ 49 and 50 ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ സ്ഥിരം ചോദിക്കാറുണ്ട്. ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് എടുത്തുനിന്ന് തിരിച്ചടയ്ക്കുന്ന ഡേറ്റ് ഒരിക്കലും ഇൻട്രസ്റ്റ് ഒക്കെ ഇല്ലേ, ആ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ് നോക്കി വയ്ക്കുക. TDS TCS 51, 52 നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫൈൻ. സോ ഇത്രയൊക്കെയാണ് ഒരു ഓവറോൾ ഇല്ലേ മൊത്തത്തിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചാർട്ടാക്കി ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ ഗോ ത്രൂ ദിസ്. ഓക്കെ, ഈ ഒരു സംഭവം ഫയലിലെ PDF ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് മെസ്സേജ് ചെയ്യാൻ മതി, ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.